ഹായ് ഗായ്സ്, ഞാൻ നൂറഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. വെള്ള വസ്ത്രങ്ങളും അതുപോലെ തന്നെ നല്ല കറ പിടിച്ച തോർത്തും അഴുക്ക് പിടിച്ച തോർത്തൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് മുഷിഞ്ഞ 2-3 തോർത്താണ് കേട്ടോ. നല്ലപോലെ മുഷിഞ്ഞ തോർത്താണ്, നല്ല അഴുക്ക് പിടിച്ച തോർത്താണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഒരു ഡോക്ടർ വാഷിൻ്റെ സോപ്പാണ്. ഞാനിവിടെ സോപ്പ് യൂസ് ചെയ്യുന്നത് ഡോക്ടർ വാഷിൻ്റെ സോപ്പാണ് യൂസ് ചെയ്യുന്നത്. ഡോക്ടർ വാഷിൻ്റെ സോപ്പിട്ട് കഴുകുമ്പോൾ നല്ലതുപോലെ അഴുക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഈ തോർത്ത് നനച്ചതിന് ശേഷം തോർത്തിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ആ 3 തുണിയിൽ ഞാൻ ഇതുപോലെ സോപ്പ് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കുറച്ച് തേച്ചാൽ പോരാ, നല്ലതുപോലെ തേച്ച് ഇതുപോലെ പതപ്പിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ ചെയ്യണത് ഈ സോപ്പ് തേച്ച തോർത്ത് മുണ്ടുകളും അതുപോലെ മുണ്ടൊക്കെ അഴയിലിട്ട് ഉണക്കിയെടുക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്യാതെ വേണം, ഇങ്ങനെ തന്നെ വേണം കേട്ടോ അഴയിലിട്ട് ഉണക്കിയെടുക്കാനായിട്ട്. ഞാൻ എല്ലാം തന്നെ സോപ്പ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അഴയിലിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡോക്ടർ വാഷിൻ്റെ സോപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് സോപ്പാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ സോപ്പ് എടുക്കാം കേട്ടോ. ഞാനിത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഡോക്ടർ വാഷിൻ്റെ സോപ്പ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അഴയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അഴയിലിട്ടിട്ട് നല്ലതുപോലെ വെയിൽ കൊള്ളിക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ വെയിൽ കൊണ്ട് ഉണങ്ങി കിട്ടട്ടെ കേട്ടോ. അതുവരെ ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇത് നല്ല വെയിലത്ത് തന്നെ ഇട്ടിട്ട് പോവാം കേട്ടോ. എന്തായാലും ഉണങ്ങി കിട്ടാനായിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ വേണം. അപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് ഇത് ഉണങ്ങിയത് എടുത്തിട്ട് പോവാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യണത് ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നിറച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. നിറച്ചെന്ന് വെച്ചാൽ നമ്മുടെ തുണി മുങ്ങാനുള്ള വെള്ളം എടുക്കുക. അതിലേക്ക് ഞാൻ ഡോക്ടർ വാഷിൻ്റെ കുറച്ച് സോപ്പ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് നമ്മുടെ തുണിയിൽ പറ്റി പിടിച്ച സോപ്പുണ്ട്, അല്ലാതെ കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ റാണിപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ. ഇത് നമ്മൾ കറ കളയാനും വെള്ള വസ്ത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഞാൻ മേടിച്ച് വച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഈ നിസ്കാര കുപ്പായവും ഒക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ കഴുകിയെടുക്കുന്നത്. ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ശരിക്കും ഒരു ഉജാലയുടെ കളറായിട്ട് വരും കേട്ടോ. ഇതിന് ഞാൻ മേടിക്കുന്നത് ഒരു 20 രൂപയ്ക്കാണ് കേട്ടോ ഇതിന് വില വരുന്നുള്ളൂ. ഇതെല്ലാ ഷോപ്പുകളിലും കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് സോഡാപ്പൊടിയാണ് കേട്ടോ. സോഡാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഉണക്കി വെച്ചിരിക്കുന്ന ആ തോർത്തും മുണ്ടും ഒക്കെ ഈ കുക്കറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് 2 എണ്ണേ കൊള്ളുമെങ്കിൽ 2 എണ്ണ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഇവിടെ 3 എണ്ണവും കൊള്ളൂ കേട്ടോ. ഞാൻ 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് നമുക്ക് സ്റ്റൗ ഓണാക്കി സ്റ്റൗ ടോപ്പിൽ വെക്കാം കേട്ടോ. സ്റ്റൗ ടോപ്പിൽ വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ഒരു 2-3 വിസിലടിക്കുന്നവരെ അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറിൽ അടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വലിയ ഒരു പാത്രം, സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലേക്ക് വെച്ച് ഇതുപോലെ തിളപ്പിച്ചെടുത്താലും മതി. പക്ഷേ എനിക്ക് കുക്കറിൽ വെച്ച് അടുപ്പിക്കുമ്പോൾ നല്ലതുപോലെ അഴുക്ക് പോയി കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ 2-3 വിസിലൊക്കെ കഴിഞ്ഞ് എയറൊക്കെ പോയപ്പോൾ ഞാൻ തുറന്ന് വെക്കുന്നുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. ഞാൻ കല്ലിൽ വെച്ചിട്ടാണ് വാഷ് ചെയ്യുന്നത്. മെഷീനിൽ ഇട്ടിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്യാൻ, ഞാൻ കല്ലിൽ വെച്ചാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ തോർത്തിൻ്റെ കളറ് നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ലാസ്റ്റുള്ള റിസൾട്ട്. നല്ലതുപോലെ നമ്മളുടെ തോർത്ത് വെളുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുണ്ടും നല്ലതുപോലെ നീറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് വിലയൊന്നുമില്ല, റാണിപ്പാലിന് ഒരുപാട് വിലയൊന്നുമില്ല, 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.